പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം തിരുവചനം. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവനും എൻ്റെ അരികിലേക്ക് വരികയില്ല. പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും ഈ ഒരു നന്മയുടെ അറിവിനെ ഓർത്ത് ആദ്യമേ നന്ദി പറയട്ടെ. അതോടൊപ്പം ഇങ്ങനെ ഈ സീനായ് ധ്യാന കേന്ദ്രം ഇതിനു വേണ്ടി ഒരുങ്ങിയില്ലായിരുന്നെങ്കിൽ, അതിന് മുൻകൈയെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ജോബിയച്ചൻ അതിന് തയ്യാറായില്ലായിരുന്നെങ്കിൽ നമ്മൾക്കിങ്ങനെ ഒരു ധ്യാനം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിനു വേണ്ടി ഓരോ വെള്ളിയാഴ്ചകളിലും ഓരോ താമസമുള്ള ധ്യാനത്തിനുമെല്ലാം പറഞ്ഞ് നമ്മളെ എല്ലാവരെയും ഇവിടെ കൂട്ടിയതിന് ജോബിയച്ചനും പ്രത്യേകം നന്ദി പറയുന്നു, ആയിരം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ബാബു ജോൺ സാറിന് അമേരിക്കയിൽ നിന്ന് എത്രയോ ദൂരെ നിന്ന് ഈ നമ്മുടെ ഒരു ചെറിയ സമൂഹത്തിന് വേണ്ടി വലിയൊരു കാര്യമായിട്ട് ഉന്നതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തിയുമായിട്ട് വന്ന രക്ഷകനെ പോലെ നമുക്ക് വന്നു തന്ന ഈ വലിയ അനുഗ്രഹങ്ങളെ പ്രതിയെല്ലാം എല്ലാവരും പറഞ്ഞ നല്ല പോയിൻ്റുകൾ നമ്മുടെ ഈ കാലഘട്ടത്തിന്, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക്, വരും തലമുറകൾക്ക് ഈ ഒരു അറിവ് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും കിട്ടിയ ബോധ്യങ്ങൾ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരാളോട് ഷെയർ ചെയ്യാൻ പറ്റിയാൽ, ഒരാളെ നേടാൻ പറ്റിയാൽ അത് 10 പേരിലേക്കും 100 പേരിലേക്കും 1000 പേരിലേക്കും എല്ലാം പോകുമെന്നുള്ള കാര്യം ഒരു തർക്കമില്ലാത്ത ഒരു സത്യമാണ്. അപ്പോൾ ആ സത്യത്തിനെല്ലാം നന്ദി പറയുന്നു. അതോടൊപ്പം എനിക്ക് കിട്ടിയ ബോധ്യം ആദ്യമേ തന്നെ ആദ്യത്തെ ദിവസം വിശുദ്ധ യോഹന്നാൻ 15:16 നിങ്ങളെന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. എന്തൊരു വലിയ സത്യ! നമ്മളാരും തിരഞ്ഞെടുത്തിട്ടായിരുന്നെങ്കിൽ നമുക്ക് ഈശോയെ കാണാനോ അറിയാനോ സാധിക്കില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനും ഇപ്പോഴും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളെ സഹായിക്കാൻ സന്നദ്ധമാണെന്നും എപ്പോഴും പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുവാനുമുള്ള ആ വലിയൊരു ബോധ്യം പലപ്പോഴും പലർക്കും ഇല്ലാത്ത ഒരു ബോധ്യമാണ്. പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അഭിഷേകം മേടിച്ചുകൊണ്ട് പോകുക എന്നല്ലാതെ പരിശുദ്ധാത്മാവാണ് എല്ലാ കാര്യത്തിനും നമ്മെ പ്രേരിപ്പിക്കുന്നതും സഹായിക്കുന്നതും. എത്ര വലിയ കാര്യമായാലും എത്ര നിസ്സാര കാര്യമായാലും അത് ചെയ്യിക്കാനും നമ്മുടെ കൂടെ നിൽക്കാനും ആത്മാർത്ഥതയും സത്യസന്ധതയും എല്ലാത്തിനും കഴിവും അറിവും ശക്തിയും സമ്പത്തുമുള്ള വലിയൊരു സമ്പന്നനാണ് പരിശുദ്ധാത്മാവായ എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ സഹായകൻ എന്നുള്ള ആ വലിയ ബോധ്യം ഒന്നുകൂടി അടിവരയിട്ട് ഉറപ്പിക്കുവാൻ സാധിച്ചതിനെ ഓർത്തതെന്ന് പറയുന്നു. അതുപോലെ ശരീരത്തിൻ്റെ ആ ഘടനകൾ, ശരീരവും ആത്മാവും ഒന്നാണെന്നുള്ള വലിയ ബോധ്യം ഇന്നലെ വരെ ഉണ്ടായിരുന്നില്ലായിരുന്ന ആ ഒരു ബോധ്യം. ശരീരത്തെ പോലെ തന്നെ ആത്മാവിനെ പോലെ ശരീരവും വേർപെടുത്താൻ സാധിക്കാത്തതാണെന്നുള്ള വലിയൊരു സത്യത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം മരിച്ചതിന് ശേഷം അല്പനേരത്തേക്ക് മാത്രമാണ് നമ്മുടെ ശരീരം മാറി നിൽക്കുന്നതെന്നും വീണ്ടും ഒരു ഗ്ലോറിഫൈഡ് ബോഡി നമുക്കെല്ലാവർക്കും ഉണ്ടെന്നുള്ള ഒരുപാട് പറഞ്ഞാൽ തീരാത്ത നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും ഈ കൂട്ടായ്മയ്ക്കും സീനായ് കൂട്ടായ്മയ്ക്കും ജോബിയച്ചനും എല്ലാം ഒരിക്കൽ കൂടി, അതോടൊപ്പം ബാബു സാറിന് കുടുംബത്തെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.